ഇത് ഈ ഒരു നിമിഷത്തിന് ശേഷം ഉപ്പാക്ക് നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഏൽപ്പിച്ചു തരുന്നത്. അലാമ അമറല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ടാണ് ഏൽപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലായിരുന്നുവെങ്കിൽ ഇതുവരെ കാണുന്നതും തൊടുന്നതും ചാറ്റ് ചെയ്യുന്നതും എല്ലാം നിഷിദ്ധമായി കണ്ടിരുന്ന എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചു തരും. ഇതാണ് ഉസവ്വിജുക അലാമ അമറല്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട റഫീഖ് സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും ഇരുകുടുംബങ്ങൾ വന്ന കാരണവന്മാരെയും കൂട്ടുകാരെയും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി പറഞ്ഞത് ഖബിൽതു മിൻക നിക്കാഹഹ, നിങ്ങളുടെ മകൾ മുഹ്സിന എന്ന് പറയുന്ന മോളെ ഈ നിമിഷം വരെ നിങ്ങൾ എങ്ങനെയാണോ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ തയ്യാറാണ്. റെഡിയല്ലേ റഫീഖ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു റാഹത്തും സന്തോഷം നൽകുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ വളരെ പ്രധാനമായും വിട്ടുവീഴ്ചയാണ് വേണ്ടത്. പ്രിയപ്പെട്ട റഫീഖിന്റെ മുമ്പിൽ ഉണ്ടാകും, എനിക്ക് വധുവായി കടന്നു വരുന്ന മുഹ്സിനെ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ റഫീഖിന്റെ മുമ്പിലുണ്ടാവും. മുഹ്സിനക്കുമുണ്ട് എനിക്ക് വരനായി കടന്നു വരുന്ന റഫീഖ് ഇങ്ങനെയാവണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഐഫോൺ 16 വാങ്ങിത്തരണം എന്നൊക്കെ ഒക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ഫുള്ളായി ചിലപ്പോൾ നടന്നോളണമെന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ ഒരു 75% ഉണ്ടാവുള്ളൂ. ഞാൻ കൊല സംശയോട് നേരത്തെ കല്യാണം കഴിച്ച കുറേ ആളുകൾ ബസ്സിൽ വന്നിട്ടുണ്ട്. ഓരോട് ചോദിച്ചാൽ മതി, അങ്ങനെ തന്നെയാണ്, പോലും അങ്ങനെ തന്നെ നടക്കുള്ളൂ. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്ത ആളുകൾക്ക് ഒരിക്കലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത് മുഴുവനും. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 18ഉം 24ഉം വയസ്സാകുമ്പോൾ കവിളുകളൊക്കെ പൂർണ്ണമാണ്, പല്ലുകൾക്കൊന്നും പ്രയാസങ്ങളില്ല. ഇനി 80ഉം 70ഉം ഒക്കെ വയസ്സാകുമ്പോൾ കവിളുകളൊക്കെ ചുളിയും, പല്ലുകളൊക്കെ 4 പൊത്തടക്കേണ്ടി വരും, 2 ഒഴിഞ്ഞു പോകും. ആ സമയത്തും സ്നേഹമെന്ന് പറയുന്ന ആ പുഷ്പത്തിന് ഒരിക്കലും അതിന് വയസ്സാകാൻ പാടില്ല. എപ്പോഴും അത് 18കാരനെ പോലെ നിൽക്കണം. അതാണ് നിക്കാഹിൽ സൂചിക്കുന്നത്. ഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹം ബിഇഹ്സാൻ. അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കൾ അള്ളാഹു നൽകുമാറാകട്ടെ. നവ ദമ്പതിമാർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു നല്ല ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഈത്തപ്പഴമോ ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഭക്ഷണമൊന്നുമല്ല. അത് ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് നമുക്കെല്ലാവർക്കും ചേർന്ന് കൊടുക്കാം. അത് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വലത്ഫിൻ വആഫിയ. എല്ലാവരും ചൊല്ലട്ടെ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വലത്ഫിൻ വആഫിയ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വലത്ഫിൻ വആഫിയ. അൽഹംദുലില്ലാഹ്.